ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ സാധനമാണ് ഉണ്ടാക്കണേ. അപ്പൊ ഇന്ന് കാലത്ത് തൊട്ടിട്ട് നല്ല മഴയാട്ടോ. നല്ല മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയാണ്. ഇതിപ്പോ ഒന്ന് ജസ്റ്റ് തുറന്ന് ഇങ്ങനെ ചാറി നിൽക്കുന്നുണ്ട്, അപ്പോഴും തുറന്നിട്ടില്ല. അപ്പൊ വൈകുന്നേരം ആയപ്പോ ചായയുടെ കൂടെ നല്ലൊരു കടി കഴിക്കണം എന്നൊരു ആഗ്രഹം. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു സ്പെഷ്യൽ വട ഉണ്ടാക്കാന്ന്. അപ്പൊ നമ്മുടെ ബാംഗ്ലൂരിലെ മധുർ വട എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ വടയുണ്ട്. അപ്പൊ ഇന്ന് അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. സാധാരണ ഇപ്പൊ നമ്മുടെ നാട്ടിലെ വടയൊക്കെ നമ്മൾ എപ്പോഴും കഴിക്കുന്നതാണ്. അപ്പൊ ഇന്നൊരു വെറൈറ്റി ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് അതിന്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ ഒന്ന്. അതിനായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് ഉള്ളിയാണ് കേട്ടോ വേണ്ടത്. ഉള്ളി നല്ലോണം ഇടണം. അത് സവാള, ചെറിയ ഈ ഒരു മീഡിയം സൈസുള്ള സവാള മതി. ഇത് കൊത്തി അരിയൊന്നും വേണ്ട, നീളന സാധാരണ നൈസായിട്ട് നമ്മൾ അരിയണ പോലെ അരിയുക. പിന്നെ ഇഞ്ചിയുടെ കഷ്ണം ഒരു വലിയ കഷ്ണം, ഒന്ന് ഇത് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ആവശ്യത്തിന് എടുക്കാം. പിന്നെ പച്ചമുളക് എരിവിന് ആവശ്യത്തിന്, മല്ലിയുടെ ഇല നല്ലോണം ഇടണം, അതുപോലെ കറിവേപ്പിലയും നല്ലോണം ഇടണം. പിന്നെ അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ്, പിന്നെ വറുത്ത എള്ള് ഒരു 2 സ്പൂൺ നല്ലോണം ഇടണം. പിന്നെ പൊടിച്ചു വെച്ച കപ്പലണ്ടി ഒന്ന് വറുത്തെടുത്തിട്ടുള്ള കേട്ടോ അത്. പിന്നെ റവ, അരിപ്പൊടി, മൈദ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യം ഉണ്ടാക്കാനായിട്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, എണ്ണ, ഈ വക സാധനങ്ങളൊക്കെ. അപ്പൊ നമുക്കിത് എങ്ങനെ ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതൊക്കെ നല്ലോണം ഒന്ന് കൈ കൊണ്ടൊന്ന് ഉതിർത്തി കൊടുക്കാം കേട്ടോ, ഈ ഇതളൊക്കെ ഒന്ന് ഉള്ളിയുടെ. ഇനി അതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കണത് റവ. അപ്പം ആ റവ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന്. ഇനി നമ്മുടെ ഇഞ്ചി കുത്തിയരിഞ്ഞത്, അതുപോലെ തന്നെ പച്ചമുളക്, പിന്നെ അതേ കറിവേപ്പില അരിഞ്ഞത്. കറിവേപ്പിലയും മല്ലിയുടെ ഇലയൊക്കെ നല്ലോണം ചേർത്താൽ നല്ല ടേസ്റ്റാട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്. നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യം എരിവുണ്ടാവും. നല്ല എരിവുള്ള ചീനിമുളകാണ്, മറ്റേ വെള്ളമുളകാണ് ഇട്ടേക്കണേ. പിന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ കപ്പലണ്ടി പൊടിച്ചത് ആവശ്യത്തിന് ഇടുക. പിന്നെ നമ്മുടെ എള്ള് ഒരു 3 ടീസ്പൂൺ. ഈ ടീസ്പൂണിലാട്ടോ ഞാൻ 3 ടീസ്പൂൺ. വലിയ മറ്റേ ടീസ്പൂൺ ആണെങ്കിൽ 2 വലിയ ടീസ്പൂൺ ഇട്ടാൽ മതി. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ എണ്ണ, നമ്മൾ ഏത് എണ്ണയാണ് കുക്ക് ചെയ്യാൻ ഉപയോഗിക്കണം. ഇപ്പം ഞാൻ വെളിച്ചെണ്ണ എടുത്തേക്കണം. അപ്പം നല്ല തിളപ്പിച്ച വെളിച്ചെണ്ണ അത് ഇതിൻ്റെ മുകളിൽ പിന്നെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മൾ ഇനി കൈ കൊണ്ട് ഇളക്കാൻ പോകണ്ട കേട്ടോ, അത് അവിടെ ഇരിക്കട്ടെ. ഇതിലേക്ക് നമുക്ക് ഒരു ചട്നി കൂട്ടി കഴിക്കാൻ ഉണ്ടാക്കണം. അപ്പം അത് തേങ്ങയാണ് എടുത്തേക്കണേ. പിന്നെ പൊട്ടുകടല ഒന്ന് വറുത്തെടുത്തതാണ്. പിന്നെ ഒരു 2-3-4 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ചുവന്ന മുളക്, പിന്നെ നമ്മുടെ മല്ലിയുടെ ഇല. ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. നമുക്കിതിൽ മൈദയും അരിപ്പൊടിയും ഇട്ടിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. മൈദയ്ക്ക് പകരം ആട്ട എടുത്താൽ ശരിയാവില്ല കേട്ടോ. ഇത് മൈദയാണ് ടേസ്റ്റ് ഇതിൽ. ഇതൊന്ന് കുഴച്ചിട്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചൂടുള്ള എണ്ണയും ഉപ്പൊക്കെ ചേർത്തപ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഉള്ളിയൊക്കെ വെള്ളം ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളൊന്ന് കുഴച്ച് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്താൽ. നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിരുന്നു കേട്ടോ. ഇത്തിരിയും കൂടി വെള്ളം വേണം. നന്നായിട്ടൊന്ന് മിക്സാക്കി കുഴക്കണം. അപ്പോഴാണ് ആ മല്ലിയുടെ ഇലയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ ഒരു ഫ്ലേവർ അതിലേക്ക് വരുള്ളൂ. ഇത്ര വെള്ളം മതിയാവും കേട്ടോ. ഒരു വടയുടെ പരിവായുണ്ട്. നമുക്ക് കയ്യിൽ ഇത്തിരി എണ്ണ പറ്റി കൊടുക്കാം കേട്ടോ. 2 കയ്യിലൊന്ന് ഇതാക്കാം. എത്ര വലിപ്പം വേണ്ട അതനുസരിച്ച് എടുക്കാം കേട്ടോ. ഇതൊന്ന് ഇങ്ങനെ ഇലയിൽ വെച്ചിട്ടൊന്ന് അതിനെ നടുഭാഗം കട്ടിയിലും, നമ്മൾ സാധാരണ നമ്മുടെ പരിപ്പ് വടയൊക്കെ അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ആ രീതിയിൽ തന്നെ ഉണ്ടാക്കുക. അല്ലാണ്ട് കട്ടി വേണ്ട. എത്ര വലിപ്പം വേണതനുസരിച്ച് നമുക്ക് പരത്തി കൊടുക്കാം കേട്ടോ. ഒരെണ്ണം പരത്തിയിട്ട് ഇതേ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ അടുത്തത് ഞാൻ പരത്തിക്കൊണ്ടിരിക്കുക.
തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെക്കാം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും, ഉള്ളു മൂക്കൂല. അതേ മുരിഞ്ഞ് വരുന്നുണ്ട്, ഒന്നും കൂടി മുരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിടാം. ഒരു ഭാഗം ആയിട്ടുണ്ട് കേട്ടോ, നമുക്കിതൊരു മറിച്ചിടാം മറ്റേ ഭാഗം. ഇത് രണ്ടും മൂത്തിട്ടുണ്ട് കേട്ടോ, ആണ് നമുക്ക്. നമ്മളിത് ചട്നിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, അതിലേക്കൊന്ന് വറുത്തിടാം. ഒരു 1/4 ടീസ്പൂണ് കടുക്, 2 മുളക്, കറിവേപ്പില. ഒന്ന് പൊട്ടട്ടെ കേട്ടോ കടുക്. ഒരു ലേശം കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ, ഒരു നുള്ള്. ഇത് നമുക്ക് ചട്നിയിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ ചായയും റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ക്രിസ്പി മധുർവട ഒന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല തണുപ്പും മഴയൊക്കെയാണ്, അപ്പം നല്ല അടിപൊളി ഈ വട തണുപ്പത്ത് ഒരു ചൂടുള്ള ചായയുടെ കൂടെ കഴിച്ചു കഴിഞ്ഞാണ്ടല്ലോ നല്ല സൂപ്പറാണ് കേട്ടോ. ചട്നി സൂപ്പറായിട്ടുണ്ട്. നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഇട്ട കാരണം ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ ചട്നിക്ക്, അടിപൊളിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, നല്ല സൂപ്പറാണ്. നമ്മൾ സാധാരണ നമ്മളെ പരിപ്പുവടയും ഉഴുന്നുവടയൊക്കെ അല്ലേ കഴിക്കണേ, അതിന് വ്യത്യസ്തമായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അടിപൊളിയാണ്. അപ്പം എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്കിൽ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ ബൈ.